എക്സൈസ് ക്വാർട്ടേഴ്സിലെ കൂട്ടാത്മഹത്യയിൽ മരിച്ച മനീഷിന്റെ അമ്മ ശകുന്തള അഗർവാളിന്റെ തലയ്ക്ക് പിന്നിൽ പരിക്കേറ്റ പാടുള്ളതായി സംശയം. അമ്മയുടെ മൃതദേഹത്തിൽ അന്ത്യകർമ്മം ചെയ്ത ശേഷമാണ് മക്കൾ ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ സ്ഥിരമായി പൂജ നടത്താറുണ്ടെന്നും സംശയമുണ്ട്. കേസിൽ അബുദാബിയിൽ നിന്നെത്തിയ സഹോദരിയുമായി വീട്ടിൽ പോലീസ് പരിശോധന നടത്തും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിൻ ചേരുന്നു. ഷീന, ഈ സഹോദരി എത്തുന്നതോടെ പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായി, തുടങ്ങിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി പത്മ, പോസ്റ്റ്മോർട്ടം ഉടൻ നടക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തുടക്കം മുതലേ ഈ കേസിന്റെ തുടക്കം മുതലേ പോലീസ് ഉന്നയിച്ചിരുന്ന ഒരു സംശയമായിരുന്നു അമ്മയുടെ മരണം സ്വാഭാവിക മരണമാണോ, കൊലപാതകമാണോ, അതോ ആത്മഹത്യയാണോ എന്നുള്ള ഒരു സംശയം പോലീസിന് നിലനിന്നിരുന്നു. ആ സംശയത്തിന് ഏതെങ്കിലും തരത്തിൽ കൊലപാതകമാണോ എന്നൊക്കെ പോലീസ് ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. അമ്മയുടെ തലയ്ക്ക് പിന്നിലായി മുറിവുകളുണ്ട്, പാടുകളുണ്ട്. ആ പാടുകൾ പക്ഷേ അഴുകിയ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ പാടുകളിൽ നിന്ന് പ്രഥമ ദൃഷ്ട്യാ ആ പാടുകളിൽ നിന്ന് ഒന്നും തന്നെ വ്യക്തമല്ല. വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ഈ പാട് എങ്ങനെ ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഈ മുറിവ് എങ്ങനെ ഉണ്ടായതാണ്, കട്ടിലിൽ നിന്ന് താഴെ വീണ് ഉണ്ടായ മുറിവാണോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ തലയ്ക്ക് പിന്നിലുണ്ടായ മുറിവാണോ എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാവുക. അമ്മയുടെ മരണത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസിന് ഒരു സംശയം നിലനിൽക്കുന്നത്. മനീഷിന്റെയും സഹോദരി ശാലിനിയുടെയും മരണം അത് ആത്മഹത്യയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അതിന്റെ വിശദമായ വിവരങ്ങൾ ലഭിക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും. എന്തായാലും സഹോദരി ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. സഹോദരിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇവരുടെ വീട്ടിൽ, മരണം നടന്ന ഈ വീട്ടിൽ ഒരു തവണ കൂടി പോലീസ് എത്തി പരിശോധന നടത്തുക. സഹോദരിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ വീട്ടിൽ പരിശോധന നടത്തൂ എന്ന് പോലീസ് പറഞ്ഞിരുന്നു. അങ്ങനെ പോലീസ് അവിടെയും പരിശോധന നടത്തും. പോലീസ് ഉറപ്പിച്ച് പറയുന്നത് ഇപ്പോൾ CBIയുടെ അറസ്റ്റ് ഭയന്നാണ് ശാലിനിയും സഹോദരനും ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെയാണ്. ശാലിനിയുടെ പേരിൽ ശാലിനിയെ പ്രതി ചേർത്ത് ജാർഖണ്ഡിലെ CBI എടുത്തിരുന്ന കേസാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നുള്ള തരത്തിലും പോലീസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് സ്ഥിരമായി പൂക്കൾ വാങ്ങുകയും പൂജകൾ ചെയ്തതിൻ്റെയും തെളിവുകൾ കണ്ടെടുത്തതായും പോലീസ് ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. സ്ഥിരമായി പൂക്കൾ വാങ്ങുന്നതിൻ്റെ ബില്ലുകൾ ഉണ്ടായിരുന്നു. അമ്മയുടെ മൃതദേഹത്തിന് പഴക്കമുണ്ട്. അതായത് ഇവരുടെ ശാലിനിയുടെയും മനീഷിൻ്റെയും മൃതദേഹത്തിന് 4 ദിവസത്തിൻ്റെ തന്നെ പഴക്കമുണ്ട്. ഏതായാലും അതിനേക്കാൾ കൂടുതൽ പഴക്കം അമ്മയുടെ മൃതദേഹത്തിനുണ്ട്. പക്ഷേ എത്ര പഴക്കമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിയണം. അതിനുശേഷമായിരിക്കും ആ വിവരങ്ങളൊക്കെ ലഭ്യമാവുക. അപ്പോൾ പോലീസ് ഉറപ്പിച്ച് പറയുന്നത് ഇത്തരത്തിൽ അമ്മയുടെ മരണത്തിന് ശേഷമാണ് ഇവർ രണ്ടുപേരും മരിച്ചിരിക്കുന്നത്. അമ്മയുടെ മരണം ഇത്തരത്തിൽ അമ്മയുടെ മരണത്തിന് ശേഷം മൃതദേഹത്തിൽ പൂജകൾ ചെയ്തിരുന്നു എന്നൊക്കെ പോലീസ് ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. ലക്ഷ്മി പത്മ. ഷീന മാർട്ടിനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.